ഹായ് ഫ്രണ്ട്സ്, തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ തൃശ്ശൂർ മണ്ണുത്തി ഭാഗത്ത് തന്നെയാട്ടാ. അതായത് മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറൊരു 3 കിലോമീറ്റർ, തൃശ്ശൂർ ടൗണിൽ നിന്ന് 9 കിലോമീറ്റർ അത്ര അടുത്താണ്. 100 മീറ്റർ ഓട്ടോ ബസ് റൂട്ടിൽ നിന്ന്. അപ്പോൾ 2 ഭാഗത്ത് കണ്ട കയറി ആ ഭാഗവും അതുപോലെ ഷേപ്പ് കണ്ട ഫുള്ള് വീതി കൂടിയ 4.5 മീറ്ററോളം വീതി കൂടിയ ടാറിങ്ങോടെ ഫ്രണ്ടിൽ ധാരാളം വീടുകളുള്ള ഒരു വില്ല, 12ഓളം വീടുകളുണ്ട്. എല്ലാ വീടുകളും ഓൾറെഡി ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വീട് കൂടി മാത്രമാണ് ഇതിൽ സെയിലാകാൻ വേണ്ടിയിട്ടുള്ളൂ. എല്ലാം സെപ്പറേറ്റ് ബിൽഡർമാരാണ്. ഇത് കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തു വിദ്യപ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 4.25 സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. നമ്മുടെ വലിയ വാഹനം നമുക്ക് ഈ ഭാഗത്ത് കയറ്റി നിർത്താട്ടോ. ഈ കാണുന്ന പൊഴികളിലൊക്കെ ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് സെറ്റ് ചെയ്ത് തരും. ചെറിയ വാഹനമൊക്കെ നമുക്ക് ഈ സൈഡിലും കടത്തി നിർത്താം. ഈ കാണുന്ന ഭാഗത്തൊക്കെ ബേബി മാറ്റ് നിർത്തിക്കുക. അതൊക്കെ നമുക്ക് മാറ്റി വല്ല തൈകളൊക്കെ വയ്ക്കാമെന്ന് പറയാം. അതുപോലെ ടൈൽസ് വർക്കുകൾ, ടച്ച് വർക്കുകൾ, വാം ലൈറ്റുകൾ, നല്ല അടിപൊളി ഒരു എലിവേഷൻ കൂടി തന്നെയാണ് ഈ വീഡിയോടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ കണ്ട ഒരു വിക്കറ്റ് ഗേറ്റ് ഒരു ചെറുതോട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വല്ല ബൈക്കാ നടന്ന് കയറാനൊക്കെ ആയിട്ട് കിഴക്കോട്ട് തന്നെയാണ് വീണ്ട ഈ ഗേറ്റും എവിടെയും വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ഇനി നമുക്ക് ചെറിയ വാഹനം കയറ്റി നിർത്താട്ടോ. വെള്ളത്തിനായിട്ട് ഓപ്പൺ വെല്ല, ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ. അതുപോലെ എത്ര വലിയ പ്രളയം വന്ന വെള്ളം കയറാത്തൊരു ഏരിയ കേട്ടോ. അതുപോലെ എത്ര വലിയ വേനൽക്കാലം വന്നാൽ വെള്ളം വറ്റൂല. അതുപോലത്തെ അടിപൊളി ഒരു ഏരിയ എന്ന് പറയുന്നത്. 4.25 സെൻറ്റ് സ്ഥലമുണ്ട്. 1850 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കേട്ടോ. ഡബിൾ പാളി ഡോർ തേക്കൂടിൽ കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കയറി വരുന്ന ലിവിങ് ഹാളാണ്. വലിയൊരു ലിവിങ് ഹാൾ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2ക്ക് 4 ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലിവിങ് ഹാളിൽ നമുക്ക് കാണാൻ അടിപൊളി TV യൂണിറ്റ് മൾട്ടിവുഡിൽ LED ബൾബൊക്കെ വെച്ച് ഇപ്പോഴത്തെ ട്രെൻഡാണതേ. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ധാരാളം വെളിച്ചം കിട്ടുന്ന രീതിയിൽ 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ ഹോൾ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ വർക്ക്, LED ബൾബ്, കളർ പെയിൻറ്റിങ് എല്ലാം കൊണ്ട് ലിവിങ് ഹാൾ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ ഫുൾ ലെങ്ത്ത് മൾട്ടിവുഡിലാണ് കൊടുത്തിട്ടുണ്ട് TV യൂണിറ്റ്. അതുപോലെ ഈ ഒരു സൈഡ് കണ്ട ലിവിങ് ഹാളിൻ്റെ ഈ ഒരു സൈഡിലും നമുക്ക് കാണാം. ഈ റൈറ്റ് സൈഡിലേക്ക് ഒതുക്കിയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ബെഡ്റൂമാണ്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂമാണ്. അതേ മാറ്റിംഗ് ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ വീതി കൂടിയ ടൈലുകൾ കണ്ടോ. അപ്പോൾ ധാരാളം വിൻഡോസും കൊടുത്തിട്ടുണ്ട് വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് നല്ല കളർഫുള്ള് കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പൊക്കെ വെച്ചിട്ട് വാർഡ്രോബ്സ് ഡെസ്ക് യൂണിറ്റോട് കൂടിയിട്ട് കൊടുത്തണേ. ഒരു സൈഡിൽ ഡെസ്ക് യൂണിറ്റ് അടക്കാം. ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാം കൂടെ വെച്ചിക്കുക. ആ സ്റ്റെയറിൻ്റെ അടിയിലുള്ള ബാത്റൂം അത്. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ ഇതിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡൈനിങ് ഹാളിക്ക് സെപ്പറേറ്റ് ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട്. അതും മൾട്ടിവുഡിലാണ് കണ്ടോ. നല്ലൊരു ആർച്ച് കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ. ഇവിടെ നമ്മൾ ഡൈനിങ് ഹാളിക്ക് ഇവിടെ വെച്ചു. വലിയൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ ഡൈനിങ് ഹാളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു കോട്ടിയാട് ഇവിടെ ഉണ്ട്. ഈ ചെന്ന് മുട്ടുന്ന ഭാഗത്ത് നേരെ തന്നെ ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫുൾ ലെങ്ത്തിൽ വാർഡ്രോബ്സ് പ്രൊഫൈൽ വർക്കോട് കൂടിയിട്ടും വാം ലൈറ്റോട് കൂടിയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളും സൂപ്പറാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ കണ്ട ഇവിടെയും ധാരാളം ഹാങ്ങിങ് ബൾബൊക്കെ ചെയ്തിട്ട് വാഷേരിയാണ് ഈ ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ടച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിൽ ഹാങ്ങിങ് ബൾബൊക്കെ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വാം ലൈറ്റൊക്കെ ചെയ്തിട്ട് ഹാങ്ങിങ് ബൾബൊക്കെ ചെയ്തിട്ട് നല്ല രസത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ പ്രത്യേകത കേട്ടോ. അടിപൊളിയായിട്ട് ഒരു പ്രത്യേക നല്ല കളർ കോമ്പിനേഷനുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത് കബോർഡ് വർക്കിലേക്കൊക്കെ. ആ ടൈലിനാണ് സൈഡിൽ ഫുള്ള് ടൈലും കൊടുത്തിട്ടുണ്ട്. അതിൽ മുകളിലൊക്കെ പാനലിങ് കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡിൻ്റെ. ചിമ്മിനി ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ സൈഡിലും ടൈൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിച്ചണിലും നല്ല കളർഫുള്ളായിട്ടുള്ള ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വലിയൊരു കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡുള്ള കിച്ചണാണ് കണ്ട. വീതി കൂടിയ ഒരു ചെറിയ ജനലപാളി കൊടുത്തിട്ടേ മുകൾ വശത്തും ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് വർക്ക് ഏരിയ തൊട്ട് ചേർന്നിട്ട്. ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല 2 കളർ കബോർഡൊക്കെ കൊടുത്തിട്ട് അതുപോലെ മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. ഇതിൽ സൈഡിലൊക്കെ ചുറ്റും കട്ട വിരിച്ചിട്ടുണ്ടെന്ന് പറയാം. 2 സൈഡിലും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലൊക്കെ ആയിട്ട്. താഴത്തെ 2 ബെഡ്റൂം കേട്ടോ. അത് ഈ പെയിൻറ്റിങ് ഉള്ള കാരണം അതൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളൂ. 2ഉം അറ്റാച്ച്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ബെഡ്റൂമുകൾ തന്നെയാണ്. താഴത്തെ നിലയിൽ 2 മുകളിലും 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തെ ഹാളാത് വലിയ ഹാൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ട് ഫുൾ ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റിലപ്പോൾ സ്പേസ് കൂടി ഉണ്ടെന്ന് പറയാം. ഇത് മുകൾ വശത്തെ 3ാമത്തെ ബെഡ്റൂമാണ്.
താഴത്തെ ബെഡ്റൂമുകൾ രണ്ടും ഈ പെയിൻറ്റിങ് ഒക്കെ നടക്കുന്ന കാരണേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. വലിയ ബെഡ്റൂമുകളാണ്. ഇതേ വലിപ്പത്തിനേക്കാൾ കുറച്ചുകൂടി താഴെ സ്പേസ് ഉണ്ടാവും പറയാം. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് നല്ല കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. LED ബൾബൊക്കെ വെച്ചിട്ട് 4 ബെഡ്റൂമുകളും ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിലുണ്ട്. വാർഡ്രോബ്സ് ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു സ്പേസ് കൊടുത്തിട്ട് ഇവിടെ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഡ്രസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് തൊട്ട് സൈഡിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാ ബാത്റൂമിലും മറ്റേ ഇതേപോലെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വ്യത്യസ്തമായ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്യാരണ്ടി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4ാമത്തെ ബെഡ്റൂം വലിയൊരു ബെഡ്റൂം എന്നുള്ള ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ നേരത്തെ അടിയിൽ കാണാൻ പറ്റാത്തൊരു ബെഡ്റൂം ഉണ്ടാകും. വലിയ സ്പേഷ്യസ് ഉള്ളൊരു ബെഡ്റൂം, നല്ല വലിപ്പത്തിൽ. വാൾഡ്രോബ്സ് ഉണ്ടാകും. ഡ്രസ് യൂണിറ്റോട് കൂടി കൊടുത്തിട്ടുള്ളത്. തൊട്ട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാം 4 ബാത്റൂമിലും വ്യത്യസ്തമായ ടൈലാട്ടാണ് കൊടുത്തത്. അതും വീതി കൂടി ടൈൽ അപ്പോക്സ് ചെയ്തിട്ടേ ലീക്കുകളൊന്നും വരാത്ത വിധത്തിലുള്ള അത്രയും ഗ്യാരണ്ടിയുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചതെന്ന് പറയാം. നമുക്ക് ഫ്രണ്ടിലത്തെ മറ്റേ ഓപ്പൺ ടെറസ് ബാൽക്കണി, ഓപ്പൺ ബാൽക്കണി ടച്ച് വർക്കൊക്കെ ചെയ്തിട്ട് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ടഫൻ ചെയ്ത ഗ്ലാസ്സാണ് ഇവിടെ ഉപയോഗിച്ചത് കേട്ടോ. നല്ലൊരു വ്യൂസാണെന്ന് പറയാം. വീട്ടിലിരുന്നാലേ ധാരാളം വീടുകളുള്ള ഒരു ഏരിയ, എല്ലാം നല്ല ജോലിക്കാർ താമസിക്കുന്ന ഒരു ഏരിയ. അതുപോലെ സ്കൂളുകളൊക്കെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അതുപോലെ ഈ ഡോൺ ബോസ്കോ സ്കൂള്, ഹോളി ഫാമിലി സ്കൂളുകൾ, BVS സ്കൂളുകൾ ഒക്കെ നിസ്സാര ദൂരമുള്ളൂ എന്ന് പറയാം. ബസ്സുകളൊക്കെ അടുത്തൂടെ തന്നെ പോകുന്നുണ്ട്. ബാക്കിലത്തെ ഓപ്പൺ ടെറസാണ്. ഇവിടെയൊക്കെ ടൈല് വിരിച്ചിൻ്റെ അടിയിൽ ലീക്കേജ് വരാത്തത്തിൽ ഇവിടെയും അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ മതവിഭാഗം ആളുകളുടെയും ആരാധനാലയങ്ങൾ ഒരു 600-800 മീറ്ററിൽ ഇവിടെ ഉണ്ട് കേട്ടോ. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എല്ലാ വിഭാഗം ആളുകളുടെയും ആരാധനാലയങ്ങളുണ്ട്. ഇവിടെ ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇനി വേറൊരു വർക്കും ഇല്ല. നമുക്ക് വന്ന് താമസിക്കാൻ വേണ്ടോ. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 72 ലക്ഷം രൂപ കേട്ടോ. വില നമുക്ക് നല്ല രീതിയിൽ സൈറ്റിൽ നെഗോഷിയേറ്റ് ചെയ്യാവുന്നതുള്ളൂ. അതുപോലെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് പാടം പോലെയൊക്കെ തോന്നും വീഡിയോയിൽ കാണുമ്പോൾ. പാടമല്ല, പക്ക പറമ്പാണ്. തെങ്ങുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന നല്ലൊരു ഏരിയ എന്ന് പറയാം. അടിപൊളി ബാക്ക് സൈഡിലൊക്കെ വീടുകൾ തന്നെയാണ് അതിൻ്റെ കേട്ടോ. അപ്പോൾ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അടുത്ത വീടിൻ്റെ വീഡിയോസുമായി